നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇതാണ് ഡോക്ടർ അരുൺ കുമാർ. പലരും ഇദ്ദേഹത്തെ മൊട്ട അരുൺ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ എന്തോ സംഭവമൊക്കെയാണ് പുള്ളിക്കാരൻ. അണ്ണൻ്റെ തല നിറച്ചും ബുദ്ധിയാണ് എന്ന മട്ടിലാണ് ഈ അരുണിൻ്റെ വാർത്താ അവതരണവും മറ്റും. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ബുദ്ധിജീവിയാണ് എന്ന ഒരു തോന്നൽ കൂടിയുണ്ട് ഈ മനുഷ്യന്. താനൊരു സംഭവമാണെന്ന് കരുതുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഏതാണ്ട് ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. ഇന്ന് രാവിലെ ഇങ്ങോർക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നല്ലേ? ഇതൊന്ന് കേട്ടു നോക്കൂ. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ്. ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ്. മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി. എന്താണ് വാർത്ത? ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. നേരത്തെ 2 രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട് രാജ്യത്തു നിന്ന് ഒഴിവാക്കിയത്. ഒന്ന് ചൈന, മറ്റൊന്ന് സ്വീഡൻ. എന്നീ രാജ്യങ്ങളും സമ്പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു. പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെങ്കിലും സമ്പൂർണ്ണമായി നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല. പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടം ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ആഭ്യന്തര ഇടപാടുകൾ, രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അങ്ങനെ നോട്ടിന് നമ്മൾ വിട നൽകുന്നു. ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. ഫെബ്രുവരി 1 തീയതി മുതൽ എല്ലാ നോട്ടുകളും പിൻവലിക്കപ്പെടും. പകരം ഡിജിറ്റൽ കറൻസി ആയിരിക്കും ഇനി അതുമുതൽ ഉണ്ടാവുക. അത് ചെറിയ ആഭ്യന്തര ഇടപാടുകൾ മുതൽ രാജ്യത്തിന് പുറത്തുള്ള വിനിമയങ്ങൾ വരെ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു. അതായത് ഫെബ്രുവരി 1 മുതൽ കറൻസി നോട്ട് മുഴുവൻ നിരോധിച്ച് രാജ്യം പൂർണ്ണമായും ഡിജിറ്റൽ പണം ഇടപാടിലേക്ക് പോകുന്നു. ഇന്നത്തെ മാതൃഭൂമി, മനോരമ, കേരള കൗമുദി തുടങ്ങിയ എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ ഈ ഒരു വാർത്തയും നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി, അതായിരുന്നു അരുൺകുമാർ വായിച്ച വാർത്ത. കൂടെ AI ഒഴിവായി വൻ ദുരന്തം, രക്ഷപ്പെട്ടത് 30,000 പേര്, ആഴക്കടൽ ഇനി ആൾക്കടൽ, ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും, റോബോ മന്ത്രി @1, അതിരില്ല ലോകം, തടയില്ല കാലം. എന്തായിരുന്നു ഇത്? ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യമായിരുന്നു. മനോരമയിലാണെങ്കിൽ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് 2050 പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ അത് മാർക്കറ്റിംഗ് ഫീച്ചറാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബുദ്ധിജീവി അരുൺകുമാറിന് ഇതൊരു പരസ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പത്രത്തിൽ അച്ചടിച്ചു വന്നത് ശരിയാണെന്ന് ധരിച്ച് രാവിലെ കണ്ടത് എടുത്തു വെച്ച് ഒരലക്കായിരുന്നു അയാൾ. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം തിരഞ്ഞത് എവിടെയെങ്കിലും മാർക്കറ്റിംഗ് ഫീച്ചർ എന്നോ അഡ്വർട്ടോറിയൽ എന്നോ എഴുതിയിട്ടുണ്ടോ എന്നായിരുന്നു. കാരണം ഈ വാർത്തയിൽ RBI ഗവർണറുടെ പേര് തന്നെ ഡോക്ടർ അരവിന്ദ് കുമാർ എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോഴത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. പക്ഷേ ബുദ്ധിരാക്ഷസനായ ഡോക്ടർ അരുൺ കുമാറിന് RBI ഗവർണറുടെ പേര് വായിച്ചപ്പോൾ പോലും ഒരു സംശയം പോലും തോന്നിയില്ല. എന്ന് മാത്രമല്ല, മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്നു പേപ്പർ കറൻസി എന്നുകൂടി സ്വന്തം നിലയ്ക്ക് ആ വാർത്തയ്ക്ക് ശക്തി പകരാൻ അദ്ദേഹം പറയുന്നുമുണ്ട്. അവിടം കൊണ്ടും തീരുന്നില്ല. നേരത്തെ 2 രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട് പിൻവലിച്ചത്, ചൈനയും സ്വീഡനും എന്നും പറയുന്നുണ്ട് വാർത്തയിലും. അതേപോലെ തന്നെ അരുൺകുമാറും. എന്നാൽ ചൈനയും സ്വീഡനും ഇപ്പോഴും പേപ്പർ കറൻസി ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ എന്തോ അതും ശരിയാണ് എന്ന് ഇയാൾ വിശ്വസിച്ചു. രാവിലെ തന്നെ കാണുന്ന കാഴ്ചക്കാർക്ക് വലിയ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു എന്ന മട്ടിൽ വാർത്ത അവതരിപ്പിക്കുകയായിരുന്നു ഈ ഡോക്ടർ. ഇയാൾക്ക് ആരാണാവോ ഡോക്ടറേറ്റ് കൊടുത്തത്? ഒരുപക്ഷെ വാഴക്കല യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കണം ഇയാൾക്ക് ഡോക്ടറേറ്റ് കൊടുത്തത്. ഇയാൾ കോളേജ് അധ്യാപകനായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെ പഠിച്ച ആ കുട്ടികളുടെയൊക്കെ ഒരു ഭാവി എന്താകുമോ എന്തോ. തീരുന്നില്ല ഡോക്ടർ അരുൺകുമാറിൻ്റെ തമാശ. ഈ വാർത്തയിൽ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിൻ്റെ തുടക്കമാണിത് എന്നും കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. ഏതാണ് ഈ രാജീവ് സിംഗ്? കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് എന്ന്
എന്തായാലും ഈ ഡോക്ടർക്ക് അറിയാഞ്ഞിട്ടായിരിക്കില്ലല്ലോ. പക്ഷേ ആവേശം കുറച്ച് കൂടിപ്പോയി. രാവിലെ ഉറക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഉണ്ടായ സ്ഥലജലഭ്രാന്തിയാണോ അതോ രാവിലെ കിളി പോയതാണോ എന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് സ്വയം ചോദിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ. ഇനിയും പറ്റി വിദ്വാൻ അബദ്ധം. ആ പരസ്യത്തിൽ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോഴും ഡോക്ടർക്ക് കാര്യം കത്തിയില്ല. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് 2015 ഇന്ത്യ തുടക്കം കുറിച്ചത് എന്ന കാര്യവും ഈ ഡോക്ടർക്ക് മനസ്സിലായില്ല. ഇത് മാത്രമല്ല, ആ പരസ്യ വാർത്തയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറയുന്നുണ്ട്. ഡോക്ടർ അഞ്ജലി മെഹ്റ എന്നാണ് ആ പേര്. ആ ഭാഗം വായിക്കാഞ്ഞിട്ടാണോ എന്തോ ഡോക്ടർക്ക് ഏത് അഞ്ജലി മെഹ്റ എന്ന് സ്വയം ഒന്ന് ചോദിക്കാനും തോന്നിയില്ല. ഇനിയും ഉണ്ടായി ആ ഡോക്ടർക്ക് അബദ്ധം. ആ വാർത്തയിൽ ഒടുക്കം സാമ്പത്തിക നൊബേൽ പുരസ്കാര ജേതാവ് ഒരു ഡോക്ടർ റീന പട്ടേലിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണ് അങ്ങനെ ഒരു നൊബേൽ പുരസ്കാര ജേതാവ്? ആ ഡോക്ടർ അരുൺകുമാറിന് മാത്രമേ അറിയുള്ളൂ. താനൊരു വലിയ ബുദ്ധിമാനാണ് എന്ന് സ്വയം വിചാരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾക്ക് പറ്റുന്ന വലിയ ഒരു അബദ്ധം. അതാണ് ഇവിടെ സംഭവിച്ചത്. താൻ പറയുന്നതും കാണിക്കുന്നതും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ കുറേ മണ്ടന്മാരുണ്ട് എന്ന് സ്വയം വിചാരിക്കുകയും മൊത്തം മലയാളികളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തപ്പോഴുണ്ടായ ഒരു മണ്ടത്തരം. അതാണ് ഡോക്ടർക്ക് പറ്റിയ കുഴപ്പം. ഈ വിഷയത്തിൽ കയറി തൂങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിനെ നിശിതമായി വിമർശിക്കാമെന്നും വൈകിട്ട് പ്രവചന സിംഹങ്ങളെയൊക്കെ കൂട്ടി അടുപ്പ് കൂട്ടിയ പോലെ ഒരു ചർച്ച നടത്താമെന്നൊക്കെ വിചാരിച്ച് കത്തി കയറി വന്നപ്പോഴോ മറ്റോ ആണ് ആരോ വാർത്തയ്ക്കിടയിൽ വരുന്ന കമൻറ്റ് ബോക്സ് തുറന്നു കാണിച്ചത്. മുഴുവൻ അരുൺകുമാറിന് തെറിവിളി. അപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് ടിയാനും മനസ്സിലായത്. പിന്നെ വീണെടുത്ത് കിടന്ന് ഇദ്ദേഹം നല്ലപോലെ ഒന്ന് ഉരുണ്ടു. എന്തായാലും ഡോക്ടർ അരുൺകുമാറിൻ്റെ പ്രകടനം ഇപ്പോൾ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടാനിടയില്ല, മുക്കി എന്ന് തോന്നുന്നു. നരേന്ദ്രമോദി ഒരിക്കൽ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ ബാലബുദ്ധി എന്ന പ്രയോഗത്തെക്കുറിച്ചും ഈ ബുദ്ധിജീവിക്ക് അഭിപ്രായമുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഈ ഫാലസിയുടെ പേര് അഡ്ഹോമിനം എന്നാണ്. ഉദാഹരണത്തിന്, എനിക്ക് സുജയോട് തർക്കിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഉടനെ സുജയുടെ മറ്റെന്തെങ്കിലും പേരുകൾ വിളിക്കുക, മറ്റേതെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്മൃതിയെ കളിയാക്കുക. അതിനെയാണ് നമ്മൾ അഡ്ഹോമിനം ഫാലസി എന്ന് പറയുന്നത്. എന്താണ് ഇന്ന് ഉപയോഗിച്ച അഡ്ഹോമിനം ഫാലസി? ബാലബുദ്ധിയാണ്, പിള്ളബുദ്ധിയാണ് എന്നുള്ളതാണ്. എന്താണെന്നറിയാമോ അത് പ്രയോഗിക്കുന്ന രീതി? നിങ്ങളൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഈ മുതിർന്ന സ്ത്രീകളെ ഈ അവരുടെ മക്കൾ പറയും, അമ്മ ഒരു കുട്ടിയാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൂടെ വരുത്താൻ ശ്രമിക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ഒരു ഇൻഫൻറ്റാണ് നീ ഒരു പൗരനല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. നീ വെറും ഒരു പ്രജ മാത്രമാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിനെ പറയുന്ന പേര് ഇൻഫാൻറ്റിനൈസേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശിശുവൽക്കരണം എന്നാണ് പറയുക. ആ അഡ്ഹോമിനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി ഉപയോഗിച്ചത്. നീ പറഞ്ഞത് നീ ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ നീ വെറും കുട്ടിയാണ്. ഈ ഡോക്ടർ ബാലബുദ്ധിയെ പറ്റി പറയുന്നത് കേട്ടില്ലേ? സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് താൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധി അല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? ഇപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം കേട്ടപ്പോൾ ആരൊക്കെയാണ് ബാലബുദ്ധി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാള പെറ്റ ഉടനെ കയറെടുത്ത് രാവിലെ TV ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ അബദ്ധ പഞ്ചാംഗം വിളമ്പിയ ആളെയും ബാലബുദ്ധി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. സ്കൂൾ യുവജനോത്സവത്തിൽ ബ്രാഹ്മണിക്കൽ ഹെജുമണി കോൺട്രവേഴ്സി കൊണ്ടുവന്ന് പഴയിടം തിരുമേനിയെ അവിടെ നിന്ന് ഓടിച്ചതും ഓരോ തവണ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലെ മസാല ദോശ കഴിക്കുമ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന ഏറ്റവും പുതിയ തീസീസ് കൊണ്ടുവന്നതും ഇതേ ഡോക്ടറാണ്. ഈ മസാല ദോശ വിഷയത്തിലാണോ ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് എന്നെനിക്ക് സംശയമുണ്ട്. ഏറ്റവും ഒടുക്കം ഇത്തവണത്തെ സ്കൂൾ യുവജനോത്സവത്തിൽ സ്വന്തം നിലയ്ക്ക് സ്കിറ്റ് അവതരിപ്പിച്ച് പോസ്കോ കേസ് വരെ വിളിച്ചു വരുത്തിയതും ഇതേ ബാലബുദ്ധി തന്നെ ആയിരുന്നു. ഇനി കേരളത്തിലെ മാപ്രകളുടെ കാര്യം. വാർത്തയാണോ പരസ്യമാണോ മലയാളി ആദ്യം വായിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. മാധ്യമങ്ങൾ എന്ന് ഇവരെ ആരൊക്കെയോ വിശേഷിപ്പിക്കുന്നത് കേട്ടു. ഇപ്പോൾ അതെല്ലാം ശരിയുമായി. എന്തൊക്കെ അസംബന്ധമാണ് ഇവർ പടച്ചുവിടുന്നതും പറഞ്ഞു വെച്ചതും. ഇന്ന് ഏപ്രിൽ 1 ഒന്നുമല്ല, ലോക വിഡ്ഢി ദിനവുമല്ല. എന്നിട്ടും മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് പത്രത്തിൻ്റെ മുൻ പേജിൽ തന്നെ ഇത്രയും വലിയ നുണകൾ പരസ്യമാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും എഴുതി പിടിപ്പിക്കുവാൻ മലയാള മാപ്രകൾ കാണിച്ച ആ ഒരു ധൈര്യം, അതുണ്ടല്ലോ യഥാർത്ഥത്തിൽ മലയാളികളുടെ സംവേദനക്ഷമതയ്ക്കും ബുദ്ധിക്കും ക്ഷമാശീലത്തിനും നേരെയുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് കാണിച്ചാലും പറഞ്ഞാലും അതെല്ലാം ഈ വിഡ്ഢി മലയാളി കൂട്ടം വിശ്വസിക്കും, പിന്തുണയ്ക്കും എന്ന ഒരു മുൻവിധിയുണ്ടല്ലോ, അത് നിങ്ങൾ പത്രക്കാർ മാറ്റേണ്ട സമയമായി. മാധ്യമങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അധമ സംസ്കാരമാണ് ഇന്നത്തെ മാധ്യമധർമ്മം. ഇന്ന് എല്ലാ പത്ര ഓഫീസുകളിലേക്കും മറ്റും ആൾക്കാർ പാനിക്കായിട്ടാണ് വിളിച്ചത്. സത്യമറിഞ്ഞവർ തെറിവിളിയോട് തെറിവിളി.
സാധാരണ എല്ലാ വീട്ടിലും ഒരു പത്രം മാത്രമായിരിക്കും വരുത്തുക. എല്ലാ പത്രവും കാണുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പത്രത്തിൻ്റെ മെയിൻ പേജിലെ ഈ സ്റ്റോറി കാണുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മാത്രമല്ല എല്ലാ പത്രങ്ങളും അവരുടെ സ്വന്തം ഫോണ്ടിലും സ്വന്തം തീം ഡോക്യുമെൻറ്റേഷനും സ്വന്തം ശൈലിയിലുമുള്ള കസ്റ്റമൈസേഷനും എല്ലാം ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ? പറഞ്ഞു വന്നത്, പണം മാത്രം, പൈസ മാത്രം ലക്ഷ്യമാക്കി പൊതുജനത്തെ യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പത്രങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? ഇമാതിരി ഉഡായിപ്പ് പത്രങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണം. ഇത് അങ്ങേയറ്റത്തെ ഉഡായിപ്പാണ്, വൃത്തികേടാണ്, പറയാതെ വയ്യ. 2050 വാർത്തകൾ എന്തായിരിക്കുമെന്നതാണ് ഈ പരസ്യത്തിൻ്റെ അടിസ്ഥാനം. നല്ലതാണ്. പക്ഷേ 2050 ആകുമ്പോൾ ഈ അച്ചടി മാധ്യമങ്ങൾ ഉണ്ടാകുമോ എന്തോ ദൈവത്തിന് മാത്രം അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയൊരു സിനിമയുണ്ട്, മോഹൻലാലിൻ്റെ ബോയിങ് ബോയിങ്. അതിൽ സോമൻ ഒരു പത്രക്കാരനാണ്. ജഗതി ശ്രീകുമാറും സോമനും കൂടെ ഒരു കഥ പടച്ചു വിട്ടിട്ട് ഒരു വ്യാജ വാർത്ത കൊടുക്കുകയും അതിനെ തുടർന്ന് ആ സ്റ്റോറിയിലെ യഥാർത്ഥയാൾ പത്രം ഓഫീസിൽ കയറി തല്ലുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ മാപ്രകളെ ഇങ്ങനെ പത്രം ഓഫീസിലും ചാനൽ ഓഫീസിലും കയറി പൊതുജനം തല്ലുന്ന കാലം വിദൂരമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.